സാമ്പത്തികമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളായാലും ശരി, സാമൂഹികമായിട്ടുള്ള മറ്റ് ഉച്ച നീചത്വങ്ങളായാലും ശരി, ഇതൊക്കെ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അസ്വീകാര്യമായിരുന്നു. കാരണം മതിലുകളില്ലാത്ത ഒരു ലോകത്തെയാണ് അദ്ദേഹം വിഭാവന ചെയ്യുന്നത്, അദ്ദേഹം സ്വപ്നം കൊണ്ടിരുന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സുഹറയും മജീദുമായിട്ടുള്ള ഈ പ്രണയ സങ്കല്പത്തിൽ തന്നെ, അല്ലെങ്കിൽ പ്രണയ കഥയിൽ തന്നെ, രണ്ട് സാമ്പത്തിക വർഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള പ്രണയമാണ്. അപ്പോൾ ഈ രണ്ട് സാമ്പത്തിക വർഗങ്ങളിൽപ്പെട്ട പ്രണയത്തെ, സ്നേഹത്തെ, വിവാഹബന്ധത്തെ, കൂടിച്ചേരലുകളെ ഒക്കെ അംഗീകരിക്കാത്ത ഒരു സാമൂഹിക വ്യവസ്ഥ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഇവിടെ, അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പം ബഷീർ ഇങ്ങനെ നിങ്ങൾ സമ്പന്നനാണോ നിങ്ങൾ ദരിദ്രനാണോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ മനുഷ്യരാണോ, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് അനുകമ്പ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾ മറ്റുള്ളവരുമായി സൗഹൃദാത്മകമായിട്ടുള്ള സാഹോദര്യപരമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നുണ്ടോ എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ മൗലികമായ പ്രശ്നം എന്ന് നമ്മൾ കാണാം. ബഷീറിൻ്റെ ആദ്യകാലത്തിൽ നിന്ന് വിഭിന്നമായി പിന്നീട് അദ്ദേഹം ഗാർഹസ്ഥ്യ ജീവിതമൊക്കെ നയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിനു മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ കൃതികൾ വരുന്നത്, മഹത്തായ അന്വേഷണങ്ങൾ വരുന്നത്, മഹത്തായ ആവിഷ്കാരങ്ങളൊക്കെ തന്നെ മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചടുലമായിട്ടുള്ള, ഏറ്റവും ചലനാത്മകമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അത്തരമൊരു കാലഘട്ടം കേരളത്തിൽ എന്നല്ല പൊതുവേ ലോകത്ത് തന്നെ എഴുത്തുകാർക്ക് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ച ഒരു കാര്യം, മറ്റ് എഴുത്തുകാർക്കില്ലാത്ത, മറ്റ് ഒരുപാട് സഞ്ചാരികളായിട്ടുള്ള എഴുത്തുകാർ നമുക്കുണ്ട്, കേരളത്തിലുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. എസ് കെ പൊറ്റക്കാട് ഉൾപ്പെടെയുള്ള ആളുകൾ യാത്രാവിവരണം എഴുതി തന്നെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ. പക്ഷേ അവരൊക്കെ യാത്രാവിവരണം എഴുതി എന്നുള്ളത് അവരുടെ കൃത്യമായിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൃത്യതയുടെ, വ്യക്തതയുടെ, കണക്കിൻ്റെ, ആധുനിക ജീവിത സങ്കല്പത്തിൻ്റെ ഒക്കെ വൃത്തങ്ങൾക്കകത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഈ വൃത്തങ്ങളൊന്നുമില്ലാതെ ചാടിയ ബഷീർ, ഒരു കള്ളിയിലും ഒതുങ്ങാത്ത ബഷീർ, ആ ബഷീർ എന്നുള്ളത്, അതുകൊണ്ടാണ് അദ്ദേഹം എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ പോയി, എന്തൊക്കെയോ ജോലികൾ ചെയ്തു. അങ്ങനെ ഒരുപാട് ജോലികൾ, ഇപ്പോൾ കൂസയുടെയൊക്കെ കഥാപാത്രം, ഇപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കഥാപാത്രത്തെ കൂസ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു ആയിട്ടല്ല, മറിച്ച് അതൊരു പ്രത്യേക രീതിയിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടാണ്. അവിടെ ഈ പല ജോലിയും ചെയ്യുന്ന യേശുവെ, ഉണ്ണിയേശുവിനെ, അല്ലെങ്കിൽ ചെറിയ 5 വയസ്സായുള്ള കുട്ടിയെയുമായി ഒരു അച്ഛൻ യാത്ര പുറപ്പെടുന്നതാണ് കൂസയെ സങ്കല്പിക്കുന്നത്. ആ കഥയിൽ അദ്ദേഹം പല ജോലികൾ ചെയ്യുന്ന, കപ്പലിൽ നിന്ന് ചരക്കുകൾ ഇറക്കുന്ന ഒക്കെ സന്ദർഭങ്ങൾ വിശദീകരിക്കുന്നത് പോലെ നമുക്ക് ബഷീറിനെ നോക്കിക്കഴിഞ്ഞാൽ ബഷീർ ചെയ്യാത്ത ജോലികളില്ല, ബഷീർ പോകാത്ത ഇടങ്ങളില്ല, ബഷീർ കേൾക്കാത്ത ശബ്ദങ്ങളില്ല. അപ്പോൾ ശബ്ദങ്ങൾ എന്ന കൃതി വാസ്തവത്തിൽ ഒരു അത്ഭുതമാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ ബഹുസ്വര വ്യവസ്ഥകളെയും തിരിച്ചറിയുകയും അതിനെക്കുറിച്ചൊക്കെ പല രീതിയിലുള്ള സംവാദങ്ങളും നടക്കുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. പക്ഷേ ബഷീർ എത്രയും കഷ്ടപ്പെടുന്ന മനുഷ്യർ, എവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ, ഹിജടകൾ, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിജടകൾ എന്നൊക്കെ പറയുന്നത് സമൂഹം ഉണ്ടാക്കിയാണല്ലോ. കാരണം സമൂഹം ഉപേക്ഷിക്കുന്നവരുടെ നഗരങ്ങൾ തന്നെ രൂപപ്പെടുകയാണ്. അവിടെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ആകുലതകൾ എങ്ങനെയാണ്, അപ്പോൾ ആ ശബ്ദങ്ങളിൽ അദ്ദേഹം കേൾക്കുന്നത്, അദ്ദേഹം പിടിച്ചെടുക്കുന്നത് അവരുടെ വ്യഥയാണ്, അവരുടെ വേപതുവാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഖിന്നതകളെ പിടിച്ചെടുത്തുകൊണ്ട്, യാതനകളെ പിടിച്ചെടുത്തുകൊണ്ട് അവർക്കൊപ്പം ഒരാളായി ബഷീർ മാറുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള ഈ ഒരു മനുഷ്യനെന്നൊക്കെയുള്ള കഥയിൽ തന്നെ നമ്മൾ കള്ളൻ എന്നൊക്കെ പറയുമ്പം നമ്മളൊരു കള്ളനെ ഓടിപ്പിടിച്ച് തല്ലാൻ വളരെ എളുപ്പമാണ് സമൂഹത്തിൽ. പക്ഷേ നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ കട്ട് രാജ്യത്തെ തന്നെ മുടിച്ച് വിദേശങ്ങളിലേക്ക് കടന്നുപോയി വളരെ സ്വച്ഛമായി ജീവിക്കുന്ന എത്രയോ ബഹുകോടീശ്വരന്മാർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അന്നുമുണ്ട്, ഇന്നും ഉണ്ടാവും. അപ്പോൾ ഇന്നുമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു സാധാരണ ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു പിടി അരി മോഷ്ടിക്കുന്ന ആളുകളെ ജനക്കൂട്ടം തല്ലിക്കൊല്ലുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിനെയാണ് ബഷീർ അവിടെ ഈ കള്ളനിലെ നന്മ ആവിഷ്കരിക്കുന്നത്.
മനുഷ്യർ ജന്മം കൊണ്ട് നല്ലവരാണ്, അവരെ നമ്മൾ കള്ളന്മാരാക്കിയാണ്, കൊള്ളക്കാരാക്കിയാണ്, മറ്റ് പല രീതിയിലുള്ള തിന്മയുടെ ജീവിതാവസ്ഥയിലേക്ക് അവരെ നമ്മൾ വലിച്ചെറിയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് നല്ല മനുഷ്യരായിട്ടാണ്. ഈയൊരു യാഥാർത്ഥ്യം ബഷീർ ഉൾക്കൊള്ളുക മാത്രമല്ല, അദ്ദേഹം നിരന്തരം അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ നൈതികത എന്ന് പറയുന്നത് ഈ വിശാലമായ മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നൈതികതയാണ്. ആ നൈതികതയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ധനം, അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഇന്ധനം എന്ന് നമുക്ക് കാണാൻ പറ്റും.